നമസ്കാരം. തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈദരാബാദിലെ പഴയ നഗരത്തിൽ ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം സെപ്റ്റംബർ 16 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഹൈദരാബാദ് MP ശ്രീ അസദുദ്ദീൻ ഒവൈസി അറിയിച്ചു. ഹൈദരാബാദിലെ ആത്മമലയാളി സേവാ സമിതിയുടെ ഓണാഘോഷം താരോത്സവം 2025 സെപ്റ്റംബർ 28 ഉച്ചയ്ക്ക് 2:30 മുതൽ ബോയംപള്ളിയിലെ MMR ഗാർഡൻ ഫംഗ്ഷൻ ഹാളിൽ വെച്ച് നടത്തുന്നു. അരുണോദയ കലാ സാംസ്കാരിക വേദിയുടെ പൊന്നോണം IDA മല്ലാപൂരിലെ സ്വാഗത് കൺവെൻഷൻ ഹാളിൽ വെച്ച് ഒക്ടോബർ 2 നടത്തപ്പെടുന്നു. മലയാളി ഗായകർക്കായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ മലയാള സംഗീത മത്സര പരിപാടി എയ്മ വോയിസ് 2025 തുടക്കം. യാത്രക്കാർക്കരികിൽ ഭക്ഷണം എത്തിക്കുന്നതിനായി ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റോബോട്ടിനെ പരീക്ഷിക്കുന്നു. പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ശബരിമലയുടെ വികസനത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സെപ്റ്റംബർ 20. നാഗർ കർണൂൽ കേരള സമാജത്തിന്റെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 5 പെദ്ദകൊത്തപ്പള്ളി ഗ്രാമത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ലോകത്തിലാദ്യമായി അപൂർവ അമീബിക് മസ്തിഷ്ക ജ്വരവും തലച്ചോറിൽ ഫംഗസും ഒന്നിച്ചു ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന 17-കാരനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഹൈദരാബാദിലെ ശ്രീ നാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ശ്രീ നാരായണ ഗുരുജയന്തി ഓണാഘോഷം സെപ്റ്റംബർ 7 കാനാജിഗുഡ സ്കൂൾ അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ശുദ്ധസംഗീത ശാഖകളായ കർണാടക സംഗീതത്തിൻ്റെയും കഥകളി സംഗീതത്തിൻ്റെയും അപൂർവ സംഗമത്തിന് സെക്കൻഡറാബാദിലെ ലാൽ ബസാർ അയ്യപ്പ സന്നിധി ആഗസ്റ്റ് 30 വേദിയായി. വാർത്തകൾ വിശദമായി. ഹൈദരാബാദിലെ പഴയ നഗരത്തിൽ ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം സെപ്റ്റംബർ 16 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഹൈദരാബാദ് MP ശ്രീ അസദുദ്ദീൻ ഒവൈസി അറിയിച്ചു. പഴയ നഗരത്തിന് ഒരു പാസ്പോർട്ട് സേവാകേന്ദ്രം എന്ന ആവശ്യം വളരെ കാലമായി നിലനിൽക്കുന്നതായിരുന്നു. അതാണിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ആവശ്യം പരിഗണിച്ചതിന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തെ ശ്രീ അസദുദ്ദീൻ ഒവൈസി നന്ദി അറിയിച്ചു. MGBS മെട്രോ സ്റ്റേഷനിലായിരിക്കും പാസ്പോർട്ട് സേവാകേന്ദ്രം പ്രവർത്തിക്കുക. ഹൈദരാബാദിന്റെ മറ്റു ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പാസ്പോർട്ട് സേവാകേന്ദ്രങ്ങളിൽ എത്തുന്നതിൽ പഴയ നഗരത്തിലുള്ളവർ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഹൈദരാബാദിലെ ആത്മമലയാളി സേവാ സമിതിയുടെ ഓണാഘോഷം താരോത്സവം 2025 സെപ്റ്റംബർ 28 ഉച്ചയ്ക്ക് 2:30 മുതൽ ബോയംപള്ളിയിലെ MMR ഗാർഡൻ ഫംഗ്ഷൻ ഹാളിൽ വെച്ച് നടത്തുന്നു. കർണാട്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകനും വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാനും ലോക കേരള സഭ മെമ്പറുമായ ബഹുമാനപ്പെട്ട ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും. പരിപാടികളിലെ മുഖ്യ ഇനങ്ങളിൽ ഒന്നായ മെഗാ മ്യൂസിക്കൽ നൈറ്റിൽ പാടുന്നത് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ മധു ബാലകൃഷ്ണനും സംഘവുമാണ്. വഴി പോകെനോ ഒരു കാൽ പെരുമാറ്റം കേട്ടുണരു ഇരുൾ വീണ മനസ്സിലൊരു തിരീരൻ പൂവിരൽ തൊട്ടുഴിയൂ. കൂടാതെ പാണ്ഡിമേളാചാര്യൻ ശ്രീ കലാമണ്ഡലം ശിവദാസമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ഡിമേളവും ആത്മാ മലയാളി സേവാസമിതിയുടെ വനിതാ വിഭാഗം പ്രവർത്തകർ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും ഉണ്ടായിരിക്കും. കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും വിഭവസമൃദ്ധമായ ഓണസദ്യയിൽ പങ്കുചേരുന്നതിനും ഇരട്ട നഗരത്തിലെ സഹൃദയരായ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ആത്മാ ടീം അറിയിച്ചു. അരുണോദയ കലാ സാംസ്കാരിക വേദിയുടെ പൊന്നോണം IDA മല്ലാപൂരിലെ സ്വാഗത് കൺവെൻഷൻ ഹാളിൽ വെച്ച് ഒക്ടോബർ 2 നടത്തപ്പെടുന്നു. 9:30 ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഓണാഘോഷ പരിപാടിയിൽ സെന്റർ ഫോർ ഫോക്ക് കൾച്ചർ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന്റെ ഹെഡും അസോസിയേറ്റ് പ്രൊഫസറുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോളി പുതുശ്ശേരി മുഖ്യാതിഥിയായിരിക്കും. കലാഭവൻ രാകേഷും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോയും
പ്രശസ്ത സിനിമ ടെലിവിഷൻ താരങ്ങൾ അണിനിരക്കുന്ന സംഗീത ഹാസ്യവിരുന്നും വിവിധ കായിക മത്സരങ്ങളും കലാപരിപാടികളും അരുണോദയയുടെ വനിതാ വിഭാഗം പ്രവർത്തകർ ഒരുക്കുന്ന തിരുവാതിരകളിയും ഓണസദ്യയും ഉണ്ടായിരിക്കും. പരിപാടികൾ ആസ്വദിക്കുന്നതിനും ഓണസദ്യയിൽ പങ്കുചേരുന്നതിനും ഇരട്ടനഗരത്തിലെ സഹൃദയരായ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. മലയാളി ഗായകർക്കായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ മലയാള സംഗീത മത്സര പരിപാടി എയ്മ വോയിസ് 2025 തുടക്കം. സെമി ക്ലാസിക് മെലഡി ഗാനങ്ങൾ അടങ്ങിയ റൗണ്ടുകളാണ് മത്സരത്തിൽ ഉണ്ടാകുക. സംസ്ഥാനതല മത്സരങ്ങളുടെ ഭാഗമായി തെലങ്കാന യൂണിറ്റ് സംഘടിപ്പിക്കുന്ന മത്സരം ഒക്ടോബർ 12 സെക്കന്ദരാബാദ് ലയൺസ് ക്ലബ്ബിൽ വെച്ച് നടക്കും. ഓണം പ്രമാണിച്ച് ഒക്ടോബർ 5 വരെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് കോർഡിനേറ്റർ ശ്രീ പനമ്പള്ളി വിജയകുമാർ മേനോൻ അറിയിച്ചു. വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സദേൺ സോണിന്റെ മത്സരം ഒക്ടോബർ 26 ചെന്നൈയിൽ വച്ചും ഗ്രാൻഡ് ഫിനാലെ ഡിസംബറിൽ കൊച്ചിയിലും നടക്കും. സംസ്ഥാനതല മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും ലഭിക്കും. ഗ്രാൻഡ് ഫിനാലെ 1, 2, 3 വിജയികൾക്ക് യഥാക്രമം 50,000, 25,000, 15,000 രൂപ വീതം ലഭിക്കും. ഒപ്പം ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും. 10 മുതൽ 15 വയസ്സ് വരെയുള്ള ജൂനിയർ, 16 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ, 26 മുകളിൽ പ്രായമുള്ളവരുടെ സൂപ്പർ സീനിയർ എന്നീ 3 വിഭാഗങ്ങളിലായിരിക്കും മത്സരം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.myeima.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9884909366 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. യാത്രക്കാർക്കരികിൽ ഭക്ഷണം എത്തിക്കുന്നതിനായി ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റോബോട്ടിനെ പരീക്ഷിക്കുന്നു. സേവനം ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ലെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള തുടക്കത്തിൽ യാത്രക്കാർ ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഹൈദരാബാദ് എയർപോർട്ടിലെ ഒരു പ്രമുഖ റെസ്റ്റോറൻ്റായ മിനർവയും RG ഫ്രഷും GMR എയ്റോയുമാണ് വിപ്ലവകരമായി ഈ റോബോട്ട് സേവനം അവതരിപ്പിക്കുന്നത്. ഭക്ഷണം ഓർഡർ ചെയ്യാൻ QR കോഡ് സ്കാൻ ചെയ്യണം. റോബോട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണം നേരിട്ട് ഗേറ്റിൽ എത്തിക്കും. അടുത്ത തവണ നിങ്ങൾ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ എത്തുമ്പോൾ 4 വീലുകളിൽ ഓടി നടന്ന് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഈ റോബോട്ടിനെ കണ്ടേക്കാം. പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ശബരിമലയുടെ വികസനത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സെപ്റ്റംബർ 20. 3 വർഷത്തിനിടെ കുറഞ്ഞത് 2 പ്രാവശ്യം ശബരിമല ദർശനം നടത്തിയവരും ശബരിമല വെർച്വൽ ക്യൂ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്തവരുമായ ഭക്തരെയാകും സംഗമത്തിലേക്ക് പരിഗണിക്കുക. 500 വിദേശ പ്രതിനിധികൾക്കും ക്ഷണമുണ്ട്. തെരഞ്ഞെടുത്ത ഭക്തർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഔദ്യോഗിക ക്ഷണക്കത്ത് നൽകി വരുന്നു. ഇവരിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, ദേവസ്വം മന്ത്രിമാർ എന്നിവരും ഉൾപ്പെടുന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. സമുദായ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. നാഗർ കർണൂൽ കേരള സമാജത്തിന്റെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 5 പെద్దകൊത്തപ്പള്ളി ഗ്രാമത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പരിപാടികളിൽ 500ഓളം മലയാളികൾ പങ്കെടുത്തു. ഒരു രാജാവിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി പ്രജകളെ കാണാനെത്തിയ മാവേലി, കലാകായിക മത്സരങ്ങൾ, നിരവധി പേരെ ഭാഗ്യവാന്മാരാക്കിയ നറുക്കെടുപ്പുകൾ, വാഴയിലയിൽ വിളമ്പിയ വിഭവസമൃദ്ധമായ സദ്യ എന്നിവയെല്ലാം ഓണാഘോഷത്തെ ഗംഭീരമാക്കിയപ്പോൾ ഗ്രാമഭംഗിയും എല്ലാവരും ആസ്വദിച്ചു. CTRMA പ്രസിഡന്റ് ശ്രീ ലിബി ബെഞ്ചമിൻ, വൈസ് പ്രസിഡന്റും തണൽ മലയാളി സേവാസമിതിയുടെ സെക്രട്ടറിയുമായ ശ്രീ പ്രദീപ് പൊന്നൻ, CTRMAയുടെ ട്രഷറർ ശ്രീ മനോഹരൻ, ടെഡ്സ് വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ലൈജു തോമസ് എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു. ഓണം മലയാളികളുടെ കൂട്ടായ്മയുടെ സന്ദേശമാണ്. അതാണ് ഈ ഒത്തുചേരലിലൂടെ കാണാൻ കഴിഞ്ഞതെന്ന് പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് നാഗർ കർണൂൽ കേരള സമാജം പ്രസിഡന്റ് ശ്രീ റോയി ജോസഫ് പറഞ്ഞു.
ലോകത്തിലാദ്യമായി അപൂർവ അമീബിക് മസ്തിഷ്ക ജ്വരവും തലച്ചോറിൽ ഫംഗസും ഒന്നിച്ചു ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന 17-കാരനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 3 മാസത്തോളമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കൊല്ലം ശൂരനാട് സ്വദേശിയായ ഈ വിദ്യാർത്ഥി പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ആശുപത്രി വിട്ടത്. അമീബയും ഫംഗസും ഒന്നിച്ചു ബാധിക്കുന്നവർ രക്ഷപ്പെടുന്നത് ലോകത്തു തന്നെ അപൂർവമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ന്യൂറോ സർജറി വിദഗ്ധനുമായ ഡോക്ടർ സുനിൽ കുമാറാണ് ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂറോ സർജന്മാരായ ഡോക്ടർ രാജ് എസ് ചന്ദ്രൻ, ഡോക്ടർ LP ജ്യോതിഷ്, ഡോക്ടർ രാജാക്കുട്ടി എന്നിവരും രോഗം ആദ്യം കണ്ടുപിടിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വിഭാഗം മേധാവി ഡോക്ടർ ഷാനി മോളുടെ നേതൃത്വത്തിലുള്ള സംഘവും മെഡിസിൻ ന്യൂറോളജി വിഭാഗവും ചികിത്സയിൽ പങ്കുചേർന്നിരുന്നു. ഹൈദരാബാദിലെ ശ്രീ നാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ശ്രീ നാരായണ ഗുരുജയന്തി ഓണാഘോഷം സെപ്റ്റംബർ 7-ന് കാനാജിയുടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ബഹുമാനപ്പെട്ട തെലങ്കാന ഗവർണർ ജിഷ്ണുദേവ് വർമ്മ മുഖ്യാതിഥിയായിരുന്നു. I wish all of you a very happy Onam and Gurudeva Jayanti. ഈ വർഷം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. മീഡിയ 1 14ാം രാവ് ഫൈനലിസ്റ്റ് ശ്രീ നികേഷ് മില്ലേനിയവും പ്രമുഖ ചാനൽ താരങ്ങളും കോമഡി ആർട്ടിസ്റ്റുകളും പങ്കെടുത്ത കോഴിക്കോട് റെഡ് ഐഡിയാസിന്റെ മ്യൂസിക്കൽ കോമഡി ഷോയും മറ്റ് കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ശുദ്ധസംഗീത ശാഖകളായ കർണാടക സംഗീതത്തിൻ്റെയും കഥകളി സംഗീതത്തിൻ്റെയും അപൂർവ സംഗമത്തിന് സെക്കൻഡറാബാദിലെ ലാൽ ബസാർ അയ്യപ്പ സന്നിധി ആഗസ്റ്റ് 30-ന് വേദിയായി. വൈകിട്ട് 6:30-ന് സംഘടിപ്പിച്ച സംഗീത പരിപാടിയിൽ പാടിയത് അനുഗ്രഹീത കലാകുടുംബത്തിൽ നിന്നുള്ള ശ്രീ നെടുമ്പള്ളി രാമോഹനും ശ്രീമതി മീര രാമോഹനും മാസ്റ്റർ നിരഞ്ജൻ മോഹനുമാണ്. സംഗീതം ഇഷ്ടപ്പെടുന്ന അനേകർ പരിപാടി ആസ്വദിച്ചു. ഹൈദരാബാദിലെ സംഗീത പ്രേമികൾക്ക് സുപരിചിതരായ മൃദംഗ വിദ്വാൻ ശ്രീ TP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ മൃദംഗ വായനയും വയലിൻ വിദ്വാൻ ശ്രീ മഹാവതി വാസുശാസ്ത്രികളുടെ വയലിൻ വായന കൂടിയായപ്പോൾ പരിപാടി അതിഗംഭീരമായി മാറിയിരുന്നു. ശേഷം പടിപ്പാട്ടും ഹരിവരാസനവും മഹാപ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. തണൽ ഡെക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.